സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിന്റെ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, ഇന്ന് വളരെ നിർണായകമായ ദിവസമായിട്ടാണ് കേരളം കണ്ടത്. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വിധി ഉണ്ടാകുമെന്ന് കരുതി ഏത് സാഹചര്യത്തിലാണ് ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്? ഗോപികൃഷ്ണൻ, ജസ്റ്റിസുമാരായ KV വിശ്വനാഥൻ, സൂര്യകാന്ത് എന്നിവരുടെ ബെഞ്ചാണ് കേരളത്തിന്റെ സ്യൂട്ട് ഹർജി പരിഗണിച്ചത്. എന്നാൽ ഈ വിഷയം ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് എന്നും ഒപ്പം തന്നെ വിശാലമായി തന്നെ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നുമാണ് ഈ ബെഞ്ച്, രണ്ടംഗ ബെഞ്ച് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് വിശാല ബെഞ്ചിന് വിടാനുള്ള തീരുമാനം. ഭരണഘടനാ ബെഞ്ചാകും ഈ കേരളത്തിന്റെ സ്യൂട്ട് ഹർജി ഇനി പരിഗണിക്കുക. പ്രാഥമികമായ വാദങ്ങളിൽ കേന്ദ്രത്തിന് മുൻതൂക്കം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കൈകാര്യത്തിലെ കെടുകാര്യസ്ഥതയാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത് എന്നാണ് കേന്ദ്രം സുപ്രീം കോടതിക്ക് മുന്നിൽ ഉന്നയിച്ച പ്രധാന വാദം എന്നുള്ളത്. അതേസമയം സംസ്ഥാനം ഉന്നയിച്ച പ്രധാന വാദം എന്നുള്ളത് ഈ തുക അത് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയല്ല, മറിച്ച് കടമെടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള അനുമതിയാണ് തേടിയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു. വിശദമായ വാദപ്രതിവാദങ്ങളാണ് ഈ ഹർജിയിൽ തുടക്കം മുതൽ തന്നെ നടന്നത്. അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി കേരളം സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയത്. ആ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ സാമ്പത്തിക നയത്തിൽ ഇടപെടുന്നതിന്റെ സുപ്രീം കോടതിയുടെ പരിമിതികൾ അത് ബെഞ്ച് വിശദമാക്കുകയും തുടർന്ന് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ചർച്ച നടത്തി പ്രശ്നപരിഹാരം കണ്ടെത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടതായി കേരളം തന്നെ സുപ്രീം കോടതിയെ അറിയിക്കുകയായിരുന്നു. ധനമന്ത്രി അടക്കമുള്ളവർ എത്തിയാണ് ആദ്യഘട്ട ചർച്ചകൾ ഡൽഹിയിൽ ധനമന്ത്രാലയത്തിൽ നടന്നത്. ആ ചർച്ച പരാജയപ്പെട്ടതായി അറിയിച്ച പശ്ചാത്തലത്തിലാണ് ഹർജിയിൽ സുപ്രീം കോടതി ഇടപെടുന്നതും ആദ്യഘട്ടത്തിൽ കേരളത്തിന് 13,000 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തത്. എന്നാൽ അതിന് കൂടുതൽ പണം കടമെടുക്കേണ്ടതുണ്ട് എന്ന് സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. തുടർന്ന് രണ്ടാം ഘട്ട ചർച്ചകൾ നടന്നെങ്കിലും അതും പരാജയപ്പെടുകയായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഈ ചർച്ച പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വാദങ്ങളിലേക്ക് കടന്നത്. കേരളം ഈ വിഷയത്തിൽ സംസ്ഥാനത്തുള്ള സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്രത്തിന്റെ ഈ നയങ്ങളിലുള്ള അപര്യാപ്തതയും ചൂണ്ടിക്കാണിച്ചപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കൈകാര്യത്തിലുള്ള കെടുകാര്യസ്ഥതയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നായിരുന്നു കേന്ദ്രം വാദിച്ചത്. ഈ ഒരു വാദത്തിന് മുൻതൂക്കം, കേന്ദ്രത്തിന്റെ വാദത്തിന് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും വിശദമായി തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്നാണ് രണ്ടംഗ ബെഞ്ചിന്റെ കണ്ടെത്തൽ. തുടർന്നാണ് ഭരണഘടനാ ബെഞ്ചിന് ഈ സ്യൂട്ട് ഹർജി വിടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ബൽറാം, ഇതിൽ കുറെ കൂടി സങ്കീർണമായ ചില നിയമപ്രശ്നങ്ങൾ കൂടി ഉൾപ്പെട്ടിരുന്നല്ലോ. ഉദാഹരണത്തിന് ഇപ്പൊ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച കാര്യങ്ങളിൽ കേരളത്തിന് മറ്റു പല ആശങ്കകൾ ഉണ്ടായിരുന്നു. അത് ഒന്ന്, ഈ കിഫ്ബിയുടെ ഭാഗമായി നടപ്പാക്കിയ പദ്ധതികളുടെ ഒക്കെ പണം ഈ കടമെടുപ്പ് പരിധിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള സാഹചര്യത്തെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടു. അതിനകത്ത് ഒരു ദുഷ്ടലാക്കുണ്ട് എന്നെല്ലാമായിരുന്നു കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വാദവും കേരളത്തിൻ്റെ നിലപാടും. ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ വിശദമായി വാദമുഖങ്ങളായി ഉന്നയിക്കപ്പെട്ടതുമാണല്ലോ. അപ്പോൾ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതാണ് എന്നൊരു നിലപാട് ഈ രണ്ടംഗ ബെഞ്ച് എടുക്കുന്നതിന് പിന്നിൽ ഇത് ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വേണം എന്നതുകൂടി കണക്കിലെടുത്താണോ? തീർച്ചയായും ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അത് സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ സാമ്പത്തിക നയം എന്ന വിഷയത്തിൽ എത്രത്തോളം കോടതിക്ക് ഇടപെടാനാകും എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് കേന്ദ്രത്തിന്റെ ഇടപെടൽ, ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന് ഇടപെടാനാകുന്ന അധികാരം എത്ര, അവകാശം എത്ര എന്ന കാര്യത്തിലുള്ള വ്യക്തത വരേണ്ടതുണ്ട് എന്ന ഒരു നിലപാടാണ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിനുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇക്കാര്യങ്ങൾ ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് എത്തിയിരിക്കുന്നത്. തുടർന്നാണ് രണ്ടംഗ ബെഞ്ച് ഈ കേരളത്തിന്റെ സ്യൂട്ട് ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ തന്നെ വിശദമായ വാദപ്രതിവാദങ്ങൾ ഈ വിഷയത്തിൽ നടന്നിരുന്നു. സംസ്ഥാനം കേന്ദ്ര നയങ്ങളിലുള്ള പാളിച്ചകൾ അടക്കമുള്ള വിഷയങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക
പ്രശ്നങ്ങൾ, ഇതിലൂടെ സംസ്ഥാനത്തിന് അനുഭവിക്കേണ്ടി വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ അടക്കമുള്ള വിഷയങ്ങൾ വിശദമായി തന്നെ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന് മുന്നിൽ കേരളം അവതരിപ്പിച്ചിരുന്നു. തുടർന്നാണ് കേരളത്തിന് അനുകൂലമായ തരത്തിൽ ആദ്യ ഘട്ടത്തിൽ വിധിയുണ്ടാകുന്നതും തുടർന്ന് കൂടുതൽ സാമ്പത്തിക കടമെടുപ്പ് സാധ്യത തേടിക്കൊണ്ട് സംസ്ഥാനം ഈ വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ വാദങ്ങൾ പൂർത്തിയായ ശേഷം ഇക്കാര്യത്തിൽ ഭരണഘടനാ ബെഞ്ച് തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും വിഷയം ഏറെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ ഈ വിഷയം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഒരു നിലപാട് തന്നെയാണ് രണ്ടംഗ ബെഞ്ചിനുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭരണഘടനാ ബെഞ്ചിന് ഈ കേരളത്തിന്റെ സ്യൂട്ട് ഹർജി വിടാനുള്ള ഒരു തീരുമാനം രണ്ടംഗ ബെഞ്ച് എടുത്തിരിക്കുന്നത്. ശരി, 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നു കേരളത്തിന്റെ ഹർജി. കടമെടുപ്പ് പരിധി നിയന്ത്രിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ ധനകാര്യ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതിയുടെ അടിയന്തരമായ പരിഗണന ആവശ്യമായ വിഷയം എന്ന നിലയിലാണ് ഈ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തിയത്. 2 അംഗ ബെഞ്ച് ഇപ്പോൾ ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. 5 അംഗ ഭരണഘടനാ ബെഞ്ചായിരിക്കും ഇനി ഈ ഹർജി പരിഗണിക്കുക. ധനകാര്യ വിഷയങ്ങളിൽ എത്രത്തോളം ഏത് പരിധിവരെ കോടതിക്ക് ഇടപെടാൻ കഴിയും, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഇതെങ്ങനെയാണ് പരിഗണിക്കപ്പെടേണ്ടത് തുടങ്ങിയ സങ്കീർണമായ നിയമ വിഷയങ്ങൾ കൂടി ഉൾപ്പെട്ടത് കൊണ്ടാകാം ഇത് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടാനുള്ള കോടതിയുടെ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു തിരിച്ചടിയാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ കടമെടുപ്പ് പരിധി കൂട്ടാനോ അധികം കടമെടുക്കാനോ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ കേരളത്തിന് മുന്നിലുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇന്നുണ്ടാകുന്ന വിധിയിൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു കേരളം. അവിടെ ഇന്നൊരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. മറിച്ച് ഇത് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ആ അർത്ഥത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങളെ കുറെ കൂടി സങ്കീർണമാക്കും. കേരളത്തിന്റെ ധനകാര്യ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ കടമെടുപ്പ് പരിധി കൂട്ടണം എന്നുള്ള കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടുകൊണ്ട് അനുകൂലമായ വിധി കേരളം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചിന്റെ തീരുമാനം കേരളത്തെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ പ്രതികൂലമാണ്. ആർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ആർക്കെ, കേന്ദ്ര സർക്കാർ നിരന്തരം കോടതിയിൽ പറഞ്ഞതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആരോപിച്ചതും കേരളം കടമെടുപ്പ് പരിധി കഴിഞ്ഞും കടമെടുക്കുന്നു, കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേടാണ് ഈ സങ്കീർണമായ സ്ഥിതിവിശേഷത്തിന് കാരണമെന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. കിഫ്ബി അടക്കമുള്ള പദ്ധതികളിലെ പണമൊക്കെ കടമെടുപ്പ് പരിധിയിലേക്ക് കൊണ്ടുവന്ന കേന്ദ്രം കേരളത്തിന്റെ കഴുത്ത് ഞെരിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്ന രാഷ്ട്രീയമായ ഒരു ആരോപണം കൂടി കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം പരിഗണിക്കപ്പെടും ഈ ഹർജിയിലൂടെ എന്ന് കേരളം കരുതിയിരുന്നു. പക്ഷേ ഇത് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ കടമെടുപ്പ് പരിധി കൂട്ടിയിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ വിധി എത്രത്തോളം കേരളത്തിന് പ്രതികൂലമാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം? ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സമ്മിശ്രമാണ് ഇക്കാര്യത്തിൽ. നമുക്ക് ആ രീതിയിൽ മാത്രമായിരിക്കും വിലയിരുത്താൻ പറ്റുക. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു സ്യൂട്ട് ഹർജി അതിലെ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കപ്പെടുന്നതല്ല, അല്ലെങ്കിൽ നിയമപരമായിട്ട് നിലനിൽപ്പില്ലാത്തതാണ് എന്ന നിലപാടാണ് കോടതിക്കുള്ളതെങ്കിൽ ആ ഹർജി അത് ഡിസ്മിസ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ ആദ്യത്തെ ഒരു ഘടകം കേരളത്തെ സംബന്ധിച്ച് കേരളം സമർപ്പിച്ച സ്യൂട്ട് ഹർജി സുപ്രീം കോടതി ഡിസ്മിസ് ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്, മറിച്ച് വിശാലമായിട്ടുള്ള ബെഞ്ചിന് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് ചെയ്തത്. കേരളം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധന വേണം എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു നടപടി ഉണ്ടായത്. അങ്ങനെ 5 അംഗ ബെഞ്ചിന് ഈ സ്യൂട്ട് ഹർജി വിട്ടു എന്നുള്ളത് ഒരു അനുകൂലമായിട്ടുള്ള, കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് നമുക്ക് പറയാം. കേരളം മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ എത്രത്തോളം അധികാരമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിഗമനം ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വരണം, ഒരു വ്യാഖ്യാനം ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വരണം എന്ന ഒരു താല്പര്യമാണ് കോടതി വ്യക്തമാക്കിയത്. അത് ആ അർത്ഥത്തിൽ സംസ്ഥാനങ്ങൾക്ക് ആകെ, കേരളത്തിന് പ്രത്യേകിച്ച് ആ കാര്യത്തിൽ നേട്ടമാണ് എന്ന് പറയാം. 2 ഭാഗങ്ങളാണ് ഈ ഉത്തരവിലുള്ളത്. അതിൽ രണ്ടാമത്തത് ഇൻട്രീം ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. കേരളം 10,000 കോടി പ്രതീക്ഷിച്ചിരുന്നത് ഈ രണ്ടാം ഭാഗത്തിൽ അഥവാ ഇൻട്രീം ഓർഡറുമായി ബന്ധപ്പെട്ട് ആണ്. പക്ഷേ ഏതായാലും ആ വിധത്തിലുള്ള ഒരു ഉത്തരവ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് നിരാശ
നിരാശാജനകമായിട്ടുള്ള ഒരു ഘടകം. അതിൽ കേന്ദ്രം പറയുന്ന വാദങ്ങൾ ഏതാണ്ട് അംഗീകരിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ പ്രതികരണം. ബാലൻസ് ഓഫ് കൺവീനിയൻസ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന ഒരു പരാമർശം ഈ ഘട്ടത്തിൽ സുപ്രീം കോടതി നടത്തി. അങ്ങനെയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഉന്നയിച്ച വാദങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ, അത് ഭരണഘടനാ ബെഞ്ച് ഈ കേസ് പരിഗണിക്കാത്ത ഈ ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ വാദങ്ങൾക്ക് പ്രാമുഖ്യം നൽകാനേ തങ്ങൾക്ക് സാധിക്കൂ എന്ന ഒരു സൂചന കൂടിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അതനുസരിച്ചാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടക്കാല ആവശ്യത്തിനുള്ള അപേക്ഷ തീർപ്പാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് കേരളത്തിന് കാത്തിരിക്കേണ്ടി വരും. അധിക കടമെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് ഇന്ന് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയിരിക്കുന്നു, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അടിസ്ഥാനപ്പെടുത്തി 10,000 കോടി രൂപ കൂടി എടുക്കാൻ 10,000 കോടി രൂപ കൂടി എടുക്കാനായിട്ട് അനുവാദം വേണം എന്ന ആവശ്യത്തിൽ തൽക്കാലം കേരളത്തിന് ആശ്വാസമില്ല, കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെയും ഒരു കാര്യം, 5,000 കോടി നൽകാം എന്ന കേന്ദ്രത്തിന്റെ ഉറപ്പ് നിലനിൽക്കുന്നു. അത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അനുബന്ധമായി അവിടെ നൽകിയിരിക്കുന്ന ഉറപ്പാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിന് കിട്ടുകയും ചെയ്യും. നിലവിൽ കേരളം ഒരു മാസം കടമെടുക്കുന്നത് ഏതാണ്ട് 3,600 കോടിയോളം രൂപയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇനി അടുത്ത മാസങ്ങളിലും അഥവാ പുതിയ ഈ 10,000 കോടി കൂടി വരാത്ത ഒരു സാഹചര്യത്തിൽ 5,000 കോടി രൂപ കൂടി എടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് പരിധി കുറഞ്ഞ് 2,000 കോടിയിലേക്ക് എത്തും എന്നുള്ളതും ഇതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായി മാറും. അതായത് ഒരു ഉത്തരവ് വഴി ഈ 10,000 കോടി അനുവദിക്കാതിരിക്കുകയും അഥവാ ഈ 5,000 കോടി പോലും ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകാതിരിക്കുകയും ചെയ്യുമ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമായിരിക്കും ഈ 5,000 കോടിയും സംസ്ഥാനത്തിന് ലഭിക്കുക. അതുവഴി ഇപ്പോൾ ഉള്ള പ്രതിമാസം കടമെടുക്കുന്ന 3,600 കോടി എന്ന പരിധി അത് കേവലം 2,000 കോടി എന്ന പരിധിയിലേക്ക് താഴ്ന്നു വരും എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കേരളത്തെ സംബന്ധിച്ച് വരുന്ന മാസങ്ങളിൽ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായിട്ടുള്ള വിഷയമാകും. നമുക്ക് 3,600 കോടിയിലധികം രൂപയുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ളൂ. ഈ വർഷം നമുക്ക് കടമെടുക്കാനായിട്ട് സാധിക്കുന്നത് ഏതാണ്ട് 35,000 കോടി രൂപ മാത്രമാണ്. അതടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് തുറന്ന കോടതിയിൽ വായിച്ച ഉത്തരവിൽ ഏതെങ്കിലും ഒരു പരാമർശം ഇല്ല. ഇത് വിശദമായിട്ടുള്ള ഉത്തരവ് അല്പസമയത്തിനകം മാത്രമേ ലഭ്യമാകൂ. ആ ഘട്ടത്തിൽ അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമാക്കാം. ഏതായാലും തുറന്ന കോടതിയിൽ സാധാരണഗതിയിൽ അത്തരത്തിലുള്ള പരാമർശമുണ്ടെങ്കിൽ തുറന്ന കോടതിയിൽ അത് പറയേണ്ടതാണ്. ഏതായാലും ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ബാലൻസ് ഓഫ് കൺവീനിയൻസ് അത് കേന്ദ്രത്തിന് അനുകൂലമാണ് എന്ന വാദം കൂടി, എന്ന അഭിപ്രായം കൂടി ബെഞ്ച് പ്രകടിപ്പിച്ചു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ച് വിശദമാക്കേണ്ട കാര്യം അത് ഈ കടമെടുക്കാനായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ അവകാശം അത് എത്രത്തോളം വിപുലമാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അവകാശം, അഥവാ കേന്ദ്രത്തിന് ആ അവകാശത്തെ നിയന്ത്രിക്കാനായി സാധിക്കുമോ എന്ന കാര്യത്തിലുള്ള അഭിപ്രായം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഉത്തരം ഭരണഘടനാ ബെഞ്ചാണ് പറയേണ്ടത്. അതിന് 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കട്ടെ എന്നാണ് കോടതി പുലർത്തിയ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം സമർപ്പിച്ച സ്യൂട്ട് ഹർജി ഇപ്പോൾ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. 5 അംഗ ഭരണഘടനാ ബെഞ്ച് കേരളം സമർപ്പിച്ച സ്യൂട്ട് ഹർജി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നു. കേരളം ഇന്ന് സുപ്രധാനമായ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇത് കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേരളം സമർപ്പിച്ച സ്യൂട്ട് ഹർജി സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന് അധികമായി കടമെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് ഇതേ നിലയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ കടമെടുപ്പ് പരിധി ലംഘിച്ചും കൂടുതൽ കടമെടുക്കുന്നു, ബജറ്റിന് പുറത്ത് കടമെടുപ്പ് തുടരുന്നു. ഇതൊക്കെയാണ് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ പിഴവുകളാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിവെച്ചത് എന്ന ആരോപണം, ആക്ഷേപം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. അത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ഇത്തരം ധനകാര്യ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ എത്രത്തോളം കോടതിക്ക് ഇടപെടാം എന്നതിലും സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ വേണം ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ എന്നുള്ളത് കൊണ്ടുമാണ് ഇപ്പോൾ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ് ബൽറാം നെടുങ്ങാടിയും അതോടൊപ്പം ആർ രാധാകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.